ഏതാവണം, അവൻ ജോയിൻ ചെയ്യുന്ന ദർസ് ആരുടേതാവണം, അവന്റെ അധ്യാപകൻ അവന്റെ ഉസ്താദ് ആരാവണം, ഇതൊക്കെ ശരിക്കും ആലോചിച്ചിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. എവിടെയെങ്കിലും പഠിപ്പിക്കണ്ടേ എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഖബർ എന്ന ലോകം സ്വർഗമാക്കി തീർക്കാൻ നമ്മളെ മക്കളെ കൊണ്ട് കഴിയും. അതിന് ഈ ജീവിതകാലത്ത് കുറച്ചൊന്ന് കഷ്ടപ്പെടണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബിലെ പണ്ഡിതനാണ്. മഹാന് ഉപ്പ നന്നായി കിതാബ് വാങ്ങിക്കൊടുക്കും. ആ കാലത്തെ പല ആലിമീങ്ങളും ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാ ഇത്രയും കിതാബുകൾ കളക്ട് ചെയ്യാൻ പറ്റിയത്? പലരുടെയും കയ്യിലില്ലാത്ത കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, എവിടുന്നാണ് ഇത്രയും പണം? എന്റെ ഉപ്പ വാങ്ങിത്തരുന്നതാണ്, ആവശ്യമുള്ളതെല്ലാം എന്റെ വാപ്പ വാങ്ങിത്തരും. ആ ഉപ്പ ഇൽമിനെ വല്ലാതെ സ്നേഹിച്ച വാപ്പയായിരുന്നു. ആ വാപ്പ വഫാത്തായ അന്ന് മുതൽ എല്ലാ ദിവസവും ഇശാ നിസ്കാര ശേഷം നേരം അവിടെ തന്നെ ഇരുന്ന് ജുസ്ഉകളായി ദീർഘനേരം ഖുർആനോതും ഈ മഹാനായ പണ്ഡിതൻ. എന്നിട്ട് അള്ളാഹുവിനോട് ദുആരക്കും. ആ ദുആ എന്തിനാ? ഉപ്പാന്റെ ഖബർ ഒന്ന് സ്വർഗാവാൻ, ഈ ഖുർആനിന്റെ ബറക്കത്ത് അവിടെ എത്തിച്ചേരാൻ. ആ ദുആ ഒക്കെ കഴിഞ്ഞു കറക്റ്റ് ഉപ്പ വഫാത്തായി. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ഉപ്പ ഈ മകന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്ന വാക്കുകൾ ഉണ്ട് കിതാബിൽ. എന്താ വർത്താനം എന്നറിയോ? ജസാക്കല്ലാഹു ഖൈറൻ, മോനിക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ. മോൻ ഓതുന്ന ഖുർആൻ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തുന്നുണ്ട്. എന്തൊരു സന്തോഷാണെന്നറിയോ, എന്തൊരു സന്തോഷാണെന്നറിയോ. മോൻ ഇനിയും തുടരണം, ഓതിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മുടെ ഖബർ വെളിച്ചമാക്കാൻ നമ്മളെ മക്കൾ ഇവിടെ ഉണ്ടാവണം. റീൽസുകളുടെ കാലത്ത്, സോഷ്യൽ മീഡിയയിൽ തെറ്റുകൾ അധികരിക്കുന്ന കാലത്ത്, തെറ്റുകൾ അഭിമാനമാവുന്ന കാലത്ത്, നിങ്ങൾക്ക് പ്രേമമുണ്ടെങ്കിൽ പെണ്ണിന്റെ പേരെഴുതൂ, ആ പേര് ബോക്സിൽ സ്ഥാപിക്കൂ. ആ പെണ്ണുമായി നിങ്ങൾക്ക് കണക്ട് ആക്കി തരാൻ നമ്മളുണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പാർട്ടികൾ ക്യാമ്പസിൽ അരങ്ങുവാഴുന്ന കാലത്ത് നമ്മളെ മക്കള് നന്നായി കിട്ടണമെങ്കിൽ കൂട്ടുകാരെ പെരുത്ത് അധ്വാനിക്കണം, പണിയെടുക്കണം. തെറ്റുകൾ മാടി വിളിക്കുന്ന കാലം, തെറ്റ് ചെയ്യുന്നവർ ക്യാമ്പസിൽ നേതാക്കളാവുന്ന കാലം, ആ കാലത്തല്ലേ നമ്മുടെ മക്കൾ ഹയർ സെക്കൻഡറിയിലും ആർട്സ് ആൻഡ് സയൻസിലും പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിക്കേണ്ടത്. ആ കാലത്ത് മക്കൾ നന്നായി കിട്ടണമെങ്കിൽ ഡിഗ്രി കൊണ്ടും പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയതുകൊണ്ടും ആവില്ല. നമ്മളെ വീട്ടിൽ നിന്ന് ഇസ്ലാം നിർദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് വേണ്ടത്. അതാണ് പറയുന്നത് സുയാനത്തുൻ അൻ ഖുറനാഇ സൂഅ്. എന്റെ മകൻ ആരോടൊപ്പം കൂട്ടുകൂടുന്നോ അതിനനുസരിച്ച് ആ കുട്ടി നന്നാവുമോ മോശമാകുമോ എന്ന് നമുക്ക് വിധി എഴുതാം. അതാ രണ്ടാമത്തെ. 3, നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് പ്യുവർ ഹലാലായിരിക്കും. പൂർണ്ണമായ ഹലാല് മാത്രമേ കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റൂ. അവിടെ തന്നെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിന്റെ ഭാര്യ, നിന്റെ കുട്ടി ജനിച്ച ഉടനെ, നിന്റെ ഭാര്യ പ്രസവിച്ച ഉടനെ ആ കുട്ടിക്ക് കൊടുക്കുന്ന മുലപ്പാല് ഹലാലായി തുടങ്ങണം. അവിടുന്നാണ് സ്റ്റാർട്ടിങ്. ആദ്യം ആ കുട്ടി കഴിച്ചു തുടങ്ങുന്നത് നിന്റെ ഭാര്യയുടെ മുലപ്പാല. അതിന് നീ ഭാര്യക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാവണം. അതിന് നിന്റെ അധ്വാനിക്കുന്ന പണം, നീ സമ്പാദിക്കുന്ന പണം ഹലാലാവണം. ആരെയും പറ്റിച്ചിട്ടാവരുത്. കച്ചവടം വഞ്ചനയുടേതാവരുത്. തട്ടിപ്പിന്റെ ബിസിനസ്സുകൾ, ഓൺലൈൻ തട്ടിപ്പുകളുടെ കാലത്താ പലരോടും കടം വാങ്ങി പറ്റിച്ച് പലരുടെയും മനസ്സിന് തൃപ്തിയില്ലാതെ നീ പല പണങ്ങളും വസൂലാക്കിയിട്ടാണ് നിന്റെ കച്ചവടം തുടങ്ങിയതെങ്കിൽ അതിലൂടെ കിട്ടുന്ന ലാഭം ശുഭത്താണ്, പലപ്പോഴും ഹറാമിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ടാണ് നീ വണ്ടക്കയും തക്കാളിയും ഉള്ളിയും വാങ്ങുന്നതെങ്കിൽ, മാംസവും മത്സ്യവും വാങ്ങുന്നതെങ്കിൽ, അതല്ലേ നിന്റെ ഭാര്യ കഴിക്കുന്നത്? ആ ഊർജത്തിലല്ലേ മുലയിൽ പാല് വരുന്നത്? ആ പാലല്ലേ കുട്ടി കുടിക്കുന്നത്? ആ കുട്ടി നന്നാവണമെന്ന് നീ കുറെ ദുആർന്നിട്ട് എന്ത് കാര്യം? എവിടുന്ന് ദുആന് ഉത്തരം കിട്ടാനാ? ഹറാം. ആ കുട്ടി കഴിച്ച ഫുഡ്, നീ കഴിച്ച ഫുഡ് ഹറാം. ഹറാം. നീ കുടിച്ച പാനീയങ്ങൾ, നിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന വെള്ളം, അതും ഹറാം.
വമൽബസുഹു ഹറാം, നീ പെരുന്നാളിന് വാങ്ങിക്കൊടുത്ത വസ്ത്രം അത് ഹറാമല്ലേ? ഫഅന്നാ യുസ്തജാബ്, എങ്ങനെ പിന്നെ ദുആഇന് ഉത്തരം കിട്ടാനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യമാണ്. പ്യുവർ ഹലാലായിരിക്കണം. ഒരു അറബിയെയോ ഒരു ബോസിനെയോ ഒരു മുതലാളിയെയോ ഒരു പ്രിൻസിപ്പളെയോ ഒരാളെയും പറ്റിച്ചിട്ട് ശമ്പളം വാങ്ങാൻ പാടില്ല. ഒരാളെയും. പല ബിസിനസ്സുകളും ഹറാമുകൾ അരങ്ങുവാഴുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ധനം പ്യുവർ ഹലാലാവണം. എനിക്ക് കഴിവില്ലാത്ത ഒരു കഴിവ് അഭിനയിച്ചിട്ട് ഒരു ചികിത്സ ഞാൻ നടത്തി, എനിക്ക് ആ ചികിത്സ അറിയില്ല, അയാളെ മുന്നിൽ ആ ചികിത്സ ഞാൻ അഭിനയിച്ചിട്ട് ഒരു ചികിത്സ നടത്തി, എന്നിട്ട് അയാളുടെ രോഗം മാറി, എന്നാൽ എനിക്ക് ഫീസ് വാങ്ങാൻ പറ്റോ? ഫിഖ്ഹിൽ ചർച്ചയുണ്ട്, പറ്റൂല. നമ്മുടെ സമ്പാദ്യം മുഴുവനും പ്യുവർ ഹലാലായിരിക്കണം. ഒരാളെ മുന്നിലും ഒന്നും കഴിവുണ്ടെന്ന് അഭിനയിക്കരുത്, ഒന്നും അഭിനയിക്കാൻ പാടില്ല. ഞാൻ വലിയ മഹാനാണ് എന്ന് നമുക്കാർക്കും തോന്നരുത്. നമ്മളോട് ദുആ ചെയ്യിപ്പിച്ച പലരും സിറാത്ത് പാലത്തിലൂടെ പോകുമ്പോ ഇടയിലൊന്ന് താഴേക്ക് നോക്കിയാൽ ഒരുപക്ഷെ നമ്മളെ താഴെ കാണേണ്ട ഗതികേട് വരാൻ പാടില്ല. അതിന് നമ്മൾ സമ്പാദിക്കുന്ന ഓരോ പണവും നമുക്കർഹമാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് സമ്പാദിക്കേണ്ടത്. ആളെ മുമ്പിൽ നിന്ന് ചോദിച്ചാൽ അയാള് കുറച്ച് പൈസ തരും സംഭാവനയായിട്ട്. വീട്ടിൽ നിന്ന് ചോദിച്ചാൽ അയാളുടെ കഷ്ടപ്പാട് പറയും. എങ്കിൽ അയാളെ നിർബന്ധിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് സംഭാവന നടത്താൻ പറ്റുമോ എന്ന് ചർച്ചയുണ്ട് നമ്മളെ മതത്തിൽ. ഇബ്നു ഹജർ തങ്ങൾ വിശാലമായി തന്റെ തഹ്രീറുൽ മഖാലിൽ എഴുതി വെക്കുന്നുണ്ട്, അത് പിടിച്ചുപറിയുടെ ഹുക്കുമിൽ പെടുന്ന പണമാണ്. അതുകൊണ്ട് നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കിയാൽ ആ സ്ഥാപനത്തിൽ എന്ത് ബർക്കത്തുണ്ടായാല്, അവിടെ പഠിച്ച കുട്ടികൾ എങ്ങനെയാ പ്രതിഭകളാവല്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ മക്കള് സ്വാലിഹീങ്ങളാവണം. സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാര ശേഷം ഉടനെ എഴുന്നേറ്റു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പലതവണ കണ്ടു. എന്തേ അബൂ ദുജാന, എന്താ മോനെ നീ രാവിലെ തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റു പോകുന്നത്? അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലേ? അള്ളാഹുവിലേക്ക് ആവശ്യമില്ലേ? ദുആയിലും ദിക്റിലൊന്നും പങ്കെടുക്കുന്നില്ലേ? അബൂ ദുജാന റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി എന്താണ്? എന്റെ മക്കൾ പട്ടിണിയിലായി കിടന്നുറങ്ങുന്ന മക്കളാണ്, ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ ജീവിക്കുന്ന കുടുംബമാണ്, രാത്രി കരഞ്ഞു കരഞ്ഞ് കഷ്ടപ്പെട്ട് കിടന്നുറങ്ങുന്ന മക്കൾ. രാവിലെ എന്റെ വീട്ടിന്റെ അപ്പുറത്തെ വീട്ടുകാർ ഒരു ജൂതന്റെ വീടാണ്. ആ വീട്ടിലെ ഈന്തപ്പന മരത്തിൽ നിന്ന് കാറ്റടിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ എന്റെ വീട്ടിലെ പറമ്പിലേക്ക് മുറ്റത്തേക്ക് പഴുത്തതും മറ്റുമായ ഈത്തപ്പഴം വീണിട്ടുണ്ടാകും. എന്റെ മക്കള് രാവിലെ എഴുന്നേറ്റ ഉടനെ പട്ടിണി കൊണ്ടത് തിന്നും. അവർക്കറിയില്ലല്ലോ ഇതെന്റെ സ്വത്താണെന്ന്. മക്കള് പട്ടിണി കൊണ്ട് തിന്നുന്നതാണെങ്കിലും എന്റെ മക്കൾക്ക് അത് അർഹമായതല്ലല്ലോ എന്ന് ചിന്തിച്ച് രാവിലെ ദുആഇനും ദിക്റിനൊന്നും ഇരിക്കാതെ ഞാൻ പെട്ടെന്ന് പോവുകയാണ് നബിയേ. ആ ഉപ്പയെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. എത്ര കഷ്ടപ്പാടായാലും ലോൺ എടുക്കുന്ന പരിപാടി ഒരു മുഅ്മിനിന് അനുവദനീയമല്ല. പലിശയുടെ ഒരു ബന്ധവും നമുക്ക് പറ്റൂല. അതിന് ന്യായങ്ങളും മസാലകളും ഖീലയും ഖൗലും പറഞ്ഞു തരാൻ പല മുറി മൗലിയാമാരും നമുക്കുണ്ടാവും. നമ്മൾ ആഖിറം നമ്മൾ തന്നെ നോക്കണം. നമ്മൾ മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിനാൽ മുളച്ചിരിക്കുന്ന മാംസം നേരെ പോകുന്നത് നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ. വിശന്നിട്ടുള്ള തന്റെ പേരക്കുട്ടികൾ സക്കാത്തിന്റെ ഈത്തപ്പഴം വായിലിട്ട സമയത്ത് കാരുണ്യത്തിന്റെ കടലായ നേതാവായിരുന്നിട്ടല്ലേ
വിരലിട്ടിട്ട് വായിൽ നിന്ന് തോണ്ടിയെടുത്തില്ലേ? എന്റെ പേര് കുട്ടികളുടെ വായിൽ വയറ്റിൽ അർഹമായതും അനർഹമായതൊന്നും എത്തരുതെന്ന് ചിന്തിച്ച ഉപ്പാപ്പയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സമ്പാദിക്കുന്നത് പണം ഹലാലാവണം.